6 പഞ്ചായത്തിലെ ജനങ്ങളിൽ നിന്നും സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള നീക്കത്തിനെതിരെ സംയുക്ത സമരസമിതി പന്നിയങ്കര ടോൾ പ്ലാസയ്ക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധത്തെ തുടർന്ന് പ്രദേശവാസികൾ ടോൾ പിരിക്കുമെന്ന തീരുമാനത്തിൽ നിർമ്മാണ കമ്പനി പിന്മാറി. ഈ മാസം 28-നുള്ളിൽ ജനപ്രതിനിധികളുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സംയുക്ത സമരസമിതിയുടെയും നേതൃത്വത്തിൽ യോഗം വിളിക്കാനും അതുവരെ നിലവിലെ സ്ഥിതി തുടരാനുമാണ് തീരുമാനം. പന്നിയങ്കര ടോൾ പ്ലാസയിൽ 5 കിലോമീറ്ററിൽ കൂടുതൽ ദൂരമുള്ള വാഹന ഉടമകളിൽ നിന്നും ഫെബ്രുവരി 17 മുതൽ ടോൾ പിരിക്കുമെന്ന ടോൾ കമ്പനി പറഞ്ഞിരുന്നെങ്കിലും കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, ജനകീയ സമരസമിതികൾ തുടങ്ങിയവരുടെ സമരം ശക്തമായതോടെ ടോൾ കമ്പനി പിരിവിൽ നിന്നും പിൻവാങ്ങി. കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസും BJPയും ജനകീയ സമരസമിതിക്കാരും പ്രതിഷേധങ്ങൾ നടത്തിയതിനെ തുടർന്ന് ടോൾ കമ്പനിയും ആശങ്കയിലായിരുന്നു. എന്നാൽ CPM ഇതുവരെ സമരരംഗത്തേക്ക് വന്നിരുന്നില്ല. ഞായറാഴ്ച രാത്രി 9 മണിക്ക് PP സുമോദ് MLA ടോൾ കമ്പനി അധികൃതരുമായി അനൌദ്യോഗിക ചർച്ച നടത്തി ഫെബ്രുവരി 28-ന് മുൻപ് ടോൾ പിരിക്കരുതെന്ന നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ സമരക്കാർ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തത വരുത്താൻ ടോൾ കമ്പനിയുമായി സംസാരിച്ചപ്പോൾ കൃത്യമായ മറുപടി നൽകാതെ ടോൾ പിരിക്കുമെന്ന ഉറച്ച നിലപാടിലായിരുന്നു. ഇതിനെ തുടർന്നാണ് തിങ്കളാഴ്ച രാവിലെ കോൺഗ്രസും ജനകീയ സമരസമിതിക്കാരും പ്രതിഷേധവുമായി ടോളിലെത്തിയത്. വൻ പോലീസ് സന്നാഹവും ഉണ്ടായിരുന്നു. ഇപ്പോഴും അവർ മാറ്റിയിട്ടില്ല. ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോഴും അവർ മാറ്റിയിട്ടില്ല, തീരുമാനം മാറ്റിയിട്ടില്ല. എന്നാൽ വടക്കഞ്ചേരി CI KP ബെന്നിയുടെ നേതൃത്വത്തിൽ സമരക്കാരുമായി ടോൾ പ്ലാസ അധികൃതർ ഓഫീസിൽ നടത്തിയ ചർച്ചയിൽ 28-ന് മുമ്പ് MLAയുടെ നേതൃത്വത്തിൽ ചർച്ച വിളിച്ച ശേഷം മാത്രമേ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് തീരുമാനമെടുക്കൂ എന്നാണ് ടോൾ കമ്പനി അറിയിച്ചത്. ഇതേ തുടർന്നാണ് സമരക്കാർ പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഒരു കാരണവശാലും പ്രദേശവാസികളിൽ നിന്നും സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിക്കാൻ അനുവദിക്കില്ലെന്നും മറിച്ച് തീരുമാനമുണ്ടായാൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇറങ്ങി ടോൾ പ്ലാസ ഉപരോധിക്കുമെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു. പന്നിയങ്കര ടോൾ പ്ലാസയിലെ സൗജന്യ യാത്ര സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ തീരുമാനമെടുത്തു വച്ചിരിക്കുന്നു. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഈ തീരുമാനം എങ്ങനെയാണ് അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളത്. ലാസ്റ്റ് കമ്പനിക്കാർ ആ മീറ്റിംഗ് പറഞ്ഞത് 5 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് അത് എയർ ഡിസ്റ്റൻസ് എന്നോ റോഡ് ഡിസ്റ്റൻസ് എന്നോ ഉള്ളതിലല്ല. അതിലൊരു കൃത്യമായ ഒരു തീരുമാനവും വന്നിട്ടില്ല. അവർ തന്നെ ഒരു തീരുമാനമെടുത്ത് 5 കിലോമീറ്ററിനുള്ളിലുള്ളവർ പേപ്പറുകൾ, മറ്റു വണ്ടികളുടെ പേപ്പറുകൾ, ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ആളുകൾ എന്തുകൊണ്ടാണ് 1000-ലേറെ ആളുകൾ അല്ലെങ്കിൽ 2000-ഓളം പേരൊക്കെ കൊടുത്തു എന്ന് പറയപ്പെടുന്നു. ഫസ്റ്റ് ലിസ്റ്റിൽ തന്നെ 800 പേരുണ്ടെന്ന് പറയുന്നു വണ്ടികളുടെ. അപ്പം എന്തുകൊണ്ടാണ് ഇത്രയും ആളുകൾ, അവർക്ക് എങ്ങനെയാണ് ഇപ്പോൾ ഈ പേപ്പർ കൊടുക്കുമ്പോൾ സൗജന്യമായി കടന്നു പോകാൻ കഴിയുന്നത് എന്നുള്ള ഒരു സാമാന്യ ബോധമുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് നേടിയെടുത്തത് എന്നവർ മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ അവർ തന്നെ ചിന്തിക്കട്ടെ. കഴിഞ്ഞ 3 വർഷക്കാലം ഇവിടെ ജനകീയ വേദിയും 12-ാം വാർഡ് സമരസമിതിയും സംയുക്ത സമരസമിതിയും വിവിധ സംഘടനകളും വ്യാപാരി സംരക്ഷണ സമിതിയും തുടങ്ങി ഈ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒന്നിച്ച് കൈകോർത്തത് കൊണ്ടാണ് ഈ 5 കിലോമീറ്ററിലുള്ളവർക്ക് സൗജന്യം കിട്ടിയത്. ജനകീയവേദി ചെയർമാൻ ബോബൻ ജോർജ്, സംയുക്ത സമരസമിതി പ്രസിഡന്റ് PJ ജോസ്, ജനകീയവേദി വൈസ് ചെയർമാൻ സുരേഷ് വേലായുധൻ, പന്തലാംപാടം ജനകീയ കൂട്ടായ്മ പ്രസിഡന്റ് ജോർജ് C. ജോസഫ്, വ്യാപാര സംരക്ഷണ സമിതി പ്രസിഡന്റ് CK അച്യുതൻ, ജനകീയവേദി കൺവീനർ ഷിബു ജോൺ, മോഹനൻ പള്ളിക്കാട്, സതീഷ് ചാക്കോ, K. ശിവദാസ് എന്നിവർ നേതൃത്വം നൽകി. UTV ന്യൂസ്, പാലക്കാട്.